കോഴിക്കോട് ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ വീട് വിട്ടിറങ്ങേണ്ട ഗതികേടിലായ ഭിന്നശേഷിക്കാരനും കുടുംബത്തിനും ആശ്വാസവാർത്ത. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാങ്കിന് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. ജനം TV വാർത്തയെ തുടർന്നാണ് കമ്മീഷന്റെ ഇടപെടൽ. കോഴിക്കോട് നടുവിലയിൽ സ്വദേശിയായ ഷംസുവും ഭാര്യയും 2 കുട്ടികളും ജപ്തി ഭീഷണിയെ തുടർന്ന് പെരുവഴിയിലിറങ്ങേണ്ട അവസ്ഥ ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായത്. 15 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള ഗ്രാമീൺ ബാങ്ക് അത്തോളി ശാഖ മാനേജർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരനായ ഷംസു 2018 വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാൻ ബാങ്കിന്റെ അത്തോളി ശാഖയിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പയെടുത്തത്. കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയതോടെ കുടിശ്ശിക 8.64 ലക്ഷമായി കൂടി. തുടർന്നാണ് ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചത്. വീടിനു മുന്നിൽ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡും സ്ഥാപിച്ചത്. ഇതോടെയാണ് 10ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുമായി പഠിക്കുന്ന മക്കളുമായി പെരുവഴിയിലിറങ്ങേണ്ട ഗതികേടിൽ ഷംസുവും ഭാര്യയും എത്തിയത്. വരുമാന മാർഗമായിരുന്ന കോഴിക്കട കോവിഡ് കാലത്ത് അടച്ചുപൂട്ടിയതാണ് ഷംസുവിനെ പ്രതിസന്ധിയിലാക്കിയത്. 50% ഭിന്നശേഷിക്കാരനായ ഷംസു ഇപ്പോൾ അത്താണിയിൽ തട്ടുകട നടത്തുകയാണ്. ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി കിട്ടുന്ന തുകയും കൊണ്ടാണ് നിത്യചെലവുകൾ നടക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ പ്രതീക്ഷയോടെയാണ് കുടുംബം കഴിയുന്നത്. ജനം, കോഴിക്കോട്.